ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടാണ്. കാക്കനാട് ഒരു വീട് അന്വേഷിച്ച് വരുന്നവരുടെ എണ്ണം എത്രയാണെന്നുള്ളത് നമുക്ക് ഡെയിലി അറിയാവുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കാക്കനാട്. ബിക്കോസ് ഇവിടെ ഫ്ലഡ് വന്ന സമയത്ത് ഫ്ലഡ് എഫക്റ്റഡ് അല്ലാത്ത ഒരു ഏരിയ ആണ് കാക്കനാട്. ഇവിടെ മെയിൻ ആയിട്ട് ഹില്ലി ഏരിയ ആണ്. സ്ഥലങ്ങളെല്ലാം തന്നെ ഹൈറ്റിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന്റെ യാതൊരു പ്രോബ്ലവും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ, അതിപ്പം വെൽ വാട്ടർ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് കാക്കനാട്. അതുപോലെ നമുക്ക് ഇൻഫോ പാർക്ക്, ലുലു എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ് കാക്കനാട് എന്നുള്ളത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തുതിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 4.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 8.5 കിലോമീറ്റേഴ്സുമാണ് ദൂരം വരുന്നത്. കാക്കനാട് നിന്നും എറണാകുളത്തേക്കും ആലുവയ്ക്കും ബാക്കി എല്ലാ ഡിസ്റ്റൻസും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും അടുത്ത ബസ് റൂട്ടിലേക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. ഏകദേശം ഒരു 50 മീറ്റർ മാത്രം നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ബസ് റൂട്ടിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മുടെ ഈ മെയിൻ ടാറിട്ട റോഡ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ടൈല് വിരിച്ചിട്ടാണ് നീറ്റാക്കി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് ഏകദേശം 10ഓളം വില്ലകളാണ് നമുക്ക് വരുന്നത്. ബാക്കി എല്ലാ വില്ലകളും തന്നെ സെയിലായതാണ്, പലതിലും ആളുകൾ താമസമായതാണ്. അപ്പം നമുക്കൊരു ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു വില്ല കൂടിയാണ് സെയിലിനായിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നല്ല ലാൻഡ് അളവിലും നല്ല സ്ക്വയർ ഫീറ്റിലുമാണ് ഈ ഒരു വില്ല പണിതിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നതെന്നും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലായി ഇതിൻ്റെ ഒരു കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് ഭംഗിയായിട്ട് ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഭംഗിയുള്ള എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ ഓരോന്നായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയുള്ളൊരു എലിവേഷനോട് കൂടിയിട്ടാണ് ഈ വീട് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗേറ്റും അതിലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഗേറ്റ് വന്നിട്ട് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല ലേസർ കട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിലേക്ക് നേരെ എൻട്രി ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ കുടിവെള്ളത്തിലുള്ള സോഴ്സായ വെൽ വാട്ടർ കിണർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ആഴത്തിൽ നല്ല ക്ലീൻ വാട്ടറുള്ള ഒരു കിണറാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിൽ വന്നിട്ടാണെങ്കിലും മെയിൻ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിൽ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ആ ഗേറ്റ് സ്ലൈഡ് ചെയ്ത് വെക്കുന്ന ആ ഭാഗത്ത് അവിടെ കൂടെ നമുക്ക് ഒരു കാർ കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം 2 വെഹിക്കിളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീടിൻ്റെ ഏകദേശം സറൗണ്ടിങ് ഏരിയകളൊക്കെ കണ്ടു. അതുപോലെ തന്നെ വീടിൻ്റെ 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ വിസിബിൾ ആണ്. സിറ്റ് ഔട്ടിൻ്റെ ഒരു മെയിൻ പില്ലർ വന്നിട്ടാണെങ്കിലും ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ആ ഒരു ചെങ്കല്ല്, ഒരു വെട്ടുകല്ലിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭംഗിയുള്ള പില്ലർ തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാർ പോർച്ചിൻ്റെ ആ ഭാഗത്തുള്ള ഏരിയ ഒക്കെ വന്നിട്ടാണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനോട് കൂടിയും ഡിസൈനോട് കൂടിയിട്ടും ഒക്കെയാണ് വോള് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു 2 പേർക്ക് ഇരിക്കാനുള്ള ഒരു ചെയർ ഇടാനുള്ള സ്പേസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മെയിൻ ഡോർ വന്നിട്ട് നമുക്ക് 2 സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡോറായിട്ട് അവർ ചെയ്തിരിക്കുന്നത്.
നമ്മൾ ഈ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് വൈറ്റ് കളറുള്ള ഒരു ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ വന്നിട്ട് ഒറ്റ സ്ട്രെച്ചിൽ വാർത്ത് പോയിരിക്കുന്നതാണ്. അതായത് ഇതിന്റെ മുകൾ ഭാഗത്ത് വരെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ ടോപ്പ് എൻഡാണ് വിസിബിൾ ആയിട്ടുള്ളത്. മുകളിൽ വന്നിട്ട് റൂഫിൽ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ഭംഗിയുള്ള ഒരു ഷാൻലിയർ ആണ് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ അതിന്റെ അടുത്തൊക്കെ ആയിട്ട് ധാരാളം ചെറിയ ചെറിയ LED ലൈറ്റ്സും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. ആ വിൻഡോസ് ഇരിക്കുന്ന ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗം മാത്രമാണ് ഒറ്റ സ്ട്രെച്ചിൽ അവർ വാർത്ത് പോയിരിക്കുന്നത്. ബാക്കിയുള്ള ഈ ഒരു ഹാഫ് പോർഷൻ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം പകുതിയോളം തന്നെ അവർ കവർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈ ഒരു വലിയ വോള് ഡിസൈൻ ചെയ്തിരിക്കുന്ന വലിയ വോളില് മുകളിലും താഴുമൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്താണ് ഇവിടുത്തെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വന്നിട്ട് ഒരു റെഡ് കളറിലുള്ള ഒരു ഡിസൈൻ ആണ് അവർ വോളിൽ കൊടുത്തിരിക്കുന്നത്. TV ഇരിക്കാനുള്ള സ്പേസ് കൂടാതെ നമുക്ക് ബാക്കിയുള്ള ചെറിയ ഇന്റർണൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ആ ഒരു ഷെൽഫ് ഫെസിലിറ്റിയും കൂടെ അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്കൊക്കെ ആണെങ്കിലും ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു TV യൂണിറ്റിന്റെ ഏരിയ ബ്യൂട്ടി ആക്കിയിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് റൂഫിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു റോപ്പിനോട് കൂടി കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു റോപ്പിലാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലത്തെ ഒരു മോഡലുള്ള ലൈറ്റുകളാണ് ഇവിടെയൊക്കെ ആയിട്ട് ധാരാളം അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അതിൻ്റെ ആ എൻട്രൻസ് വന്നിട്ടും വുഡിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ നേരെ കാണുന്നത് ആ ഒരു റൂമിൽ നിന്നും നമ്മൾ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് നേരെ വരുമ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു വുഡിന്റെ വർക്ക് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വുഡൻ ക്യാബിനാണ്. ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത്. ജാഗ്വാറിന്റെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ 3 വിൻഡോസും വരുന്നത്. ഈ വിൻഡോസും വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന ആ ഒരു ഏരിയ വന്നിട്ട് നമ്മളുടെ ചെങ്കല്ല് പോലെ തോന്നിക്കുന്ന ആ ഒരു ടൈപ്പ് ടൈലുണ്ട്. ആ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പഴയ വീടുകളൊക്കെ നമ്മൾ ചെങ്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കാറുണ്ട്. അപ്പം അതുപോലെ അതിനെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5-6 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഡൈനിങ് ഏരിയക്കായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ മുകളിൽ വന്നിട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഏരിയ അവർ നല്ല ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഒരു ഏരിയ മാത്രമായിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഏരിയ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്തും ഇതുപോലെ ഒറ്റ സ്ട്രെച്ചിൽ വാർത്ത് പോയിരിക്കുന്നത് കൊണ്ട് മുകളിൽ ഭാഗത്തുള്ള ആ ഒരു പെർഗോല ഡിസൈൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് 2 ഡോറുകൾ കാണാം. ഈ വീട്ടില് താഴത്തെ ഈ ഒരു ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ടാണ് ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡോറുകളുടെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ നോക്കുമ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് തന്നെ ഇവിടുത്തെ വിൻഡോസ് വിസിബിൾ ആണ്. അതുകൂടാതെ തന്നെ റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലാംപ്സ് ഒക്കെ അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിന് വേണ്ടിയിട്ട് ഒരു വോളിന്റെ ഏകദേശം ഒരു 3/4 ഏരിയ തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ഫിനിഷോട് കൂടിയ വുഡൻ കളർ പോലെയുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം ധാരാളം സ്പേസുകൾ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഒരുപാട് ഷെൽഫോട് കൂടിയ വാർഡ്രോബായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള കുറെ ഓപ്പൺ ഷെൽഫുകളും കൂടി അതിനവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു പാസേജ് പോലെ വന്നിട്ട് ആ ഒരു ഭാഗത്തും അവരൊരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ലഭ്യമാക്കിയിട്ടുണ്ട്. ഒരു മിററിന്റെ വർക്ക് കൂടിയാണ് അവിടെ ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലുകളുടെ കോമ്പിനേഷൻ ആണ് വോളിലും ഫ്ലോറിലും കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫിറ്റിംഗ്സ് വന്നിട്ട് ജെറയുടെ ആണ് അവർ കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ, താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ കുറച്ചൊരു പാസേജ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വിൻഡോസ് ആണ് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോളിലും 2 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റൊക്കെ അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബെഡ്റൂമിലെ സെയിം വാർഡ്രോബുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ധാരാളം ഓപ്പൺ ചെയ്യാവുന്ന, ക്ലോസ്ഡ് ആയിട്ടുള്ള വാർഡ്രോബുകളാണ്. അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാവുന്നതൊക്കെ ആയിട്ട് ഒത്തിരി ഫെസിലിറ്റീസ് ആണ് ഈ ഒരു വാർഡ്രോബിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇങ്ങനെയാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിലെ പോലെ തന്നെയാണ് ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഈ ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ താഴെയുള്ള ഭാഗത്ത് ഒരു കുറച്ച് ഏരിയ ഉണ്ട്. അത് അവർ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഹാഫ് ഗ്ലാസ്സിലും ഹാഫ് വുഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ടൈല് സെയിം ടൈല് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. കിച്ചണിലെ വാർഡ്രോബുകളൊക്കെ വന്നിട്ട് ഒരു വുഡൻ കളർ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളറിലുള്ള ടൈലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വിൻഡോസ് ഒക്കെ അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ വന്നിട്ടാണെങ്കിലും ചെറിയൊരു വർക്ക് ചെയ്ത് LED ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കബോർഡുകളൊക്കെ നമുക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ട് ആവശ്യത്തിലധികം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പം ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഡോർ തുറന്നാൽ നേരെ നമ്മൾ വരുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇപ്പം ഇവിടെ നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് നിങ്ങളെ കാണാൻ സാധിക്കില്ല. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. വർക്ക് ഏരിയ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീട്ടിലേക്കുള്ള നമ്മളെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു കിണർ നമ്മൾ കണ്ടു. അപ്പം ഇവിടുത്തെയൊക്കെ ഈ കാക്കനാട് ഭാഗത്തു നിന്നൊക്കെ പറയുമ്പം കിണറുകളിലുള്ള വെള്ളം വളരെ നല്ല വെള്ളമാണ്. നമുക്ക് ഡയറക്റ്റ് കുടിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വെള്ളമാണ് ഇവിടുത്തെ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇവിടുത്തെ മുകളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെയർ നമ്മൾ കയറി വരുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റെപ്പുകളെല്ലാം ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ചെങ്കല്ല് പോലെ തോന്നിക്കുന്ന ആ ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയ കാണുമ്പോൾ നമുക്കൊരു ട്രഡീഷണൽ വീടുകളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തായിട്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ലാമ്പ് കൂടിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് നമ്മുടെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വോള് കയറി വരുന്ന സമയത്ത് നമുക്കവിടെ 3 വിൻഡോസ് കാണാം. അതുകൂടാതെ തന്നെ നല്ല വെളിച്ചം വീടിനകത്തേക്ക് കടക്കാനായിട്ട് പെർഗോള മോഡലുള്ള ഓപ്പണിംഗ് കൂടി അവർ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ അവർ ഈ ഒരു അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയയ്ക്കായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ നമുക്ക് ടിവിയും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ള TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം ഷെൽഫ് ഫെസിലിറ്റികളോട് കൂടിയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൻ്റെ റൂഫിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ട്, എന്നാൽ ഒട്ടും എന്താ പറയുക ആർഭാടമാക്കാതെ ആവശ്യത്തിനുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനോട് കൂടിയ പെയിൻറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് റൂഫ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിലത്തെ ഫ്ലോറിലും 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഇതൊരു 4 BHK വീടാണ്. സ്റ്റെപ്പ് നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് ഓരോ ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നമുക്കൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് കാണാം. അതാണ് മുകളിലത്തെ നിലയിലുള്ള ഫസ്റ്റ് ബെഡ്റൂം. ഇവിടുത്തെ ബെഡ്റൂമുകളുടെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്.
നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് ഇവിടെ വിസിബിൾ ആണ്. താഴെ കണ്ടത്തെ പോലുള്ള സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് വന്നിട്ട് രണ്ട് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇത് തന്നെയാണ്. കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു പാസേജ് പോലെ പോയിട്ട് ആ ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് ടൈലുകളെല്ലാം തന്നെ കോമൺ പാറ്റേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് ടൈലുകളുടെ കളർ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് രണ്ട് ഡോറുകൾ കാണാം. ഇത് ഒന്ന് വന്നിട്ട് ഇവിടുത്തെ മറ്റേ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് ബെഡ്റൂമും ഇത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സ്പേസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂം തന്നെ ആദ്യം കണ്ട് കംപ്ലീറ്റ് ചെയ്യാം. താഴത്തെ പോലെ തന്നെ സെയിം ഒരു പാസേജിലൂടെ വരുന്നൊരു ഫീലിലാണ് ബെഡ്റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് വിൻഡോസൊക്കെ ഇവിടെ ധാരാളം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ റൂഫിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്താണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പെയിൻറ്റിങ്സും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വിത്ത് ഒരു റീഡിംഗ് ടേബിൾ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫെസിലിറ്റികളാണ് വാർഡ്രോബിനൊക്കെ കൊടുത്തിരിക്കുന്നത്. പേരിനൊരു വാർഡ്രോബ് അല്ല വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഡ്രസ്സുകൾ, നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ നല്ല ഫെസിലിറ്റിയോട് കൂടി ഒരു വലിയ വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അവിടെയും നമുക്ക് ടൈലുകളുടെ എല്ലാം കളർ കോമ്പിനേഷൻ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഡോർ നമുക്ക് കാണാം. ആ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിനൊരു ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട്. മുകളിലെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും പോകുന്ന സ്റ്റെയർ നിങ്ങൾക്കറിയാം നേരെ ടെറസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ടെറസ് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ വീട്ടിലെ ബെഡ്റൂമുകൾ കണ്ടു, യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബാൽക്കണിയാണ്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിലേക്ക്, ഇതാണ് ബാൽക്കണിയിലേക്ക് വരുന്ന വഴിക്ക് ഈ ഒരു സ്പേസ് നമുക്കറിയാം. നമ്മുടെ ഗസ്റ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ താഴേക്ക് കാണുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഒറ്റ സ്ട്രെച്ചിൽ വാർത്ത് വരിക്കുന്നതുകൊണ്ട് മുകളിലുള്ള ടോപ്പ് എൻഡാണ് നമുക്ക് അവിടെ നിന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഷാൻലിയറിൻ്റെ ഒക്കെ ഭംഗി കാണണമെങ്കിൽ ശരിക്കും നമുക്ക് മുകളിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെറിയ ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണി ആണെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മുകളിലെ റൂഫിലൊക്കെ നല്ല രീതിയിൽ അവർ ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇത് ഹാൻഡ് റെയിൽസ് വന്നിട്ടാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കവർ ചെയ്തിരിക്കുന്നത് ടഫൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 10-12ഓളം വില്ലകളാണ് ഇവിടെ അടുത്തടുത്തായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊന്നും പേടിക്കേണ്ട. നമുക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാം നിറയെ വില്ലകളും നൈബേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളൊരു നല്ലൊരു ഫീലും നമുക്ക് ഇവിടെ താമസിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് കാക്കനാട് അറിയാം, നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും സൂപ്പർ മാർക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ വളരെ നിയർബൈ ആയിട്ട് തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ഈ വീടിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 4.85 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് പണിതിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2100 ആണ്. 4 BHK ആയ ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 1 കോടി രൂപയാണ്. 1 CR ആണ് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, ഇത് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ വീടൊന്ന് കണ്ടു നോക്കാം എന്നൊരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന 2 നമ്പറുകളിൽ ഏതിലെങ്കിലും വിളിച്ചോളൂ. അപ്പോൾ അടുത്ത ഒരു ഭംഗിയുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും. അതിനുമുമ്പായിട്ടൊരു കാര്യം കൂടെ പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മെജോറിറ്റി ആളുകളും കാണുന്നത്. നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് കോളുകൾ വരുന്നുണ്ട്, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒരു റിക്വസ്റ്റാണ്. അപ്പം അടുത്ത ഭംഗിയുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.